കഴിഞ്ഞ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യം രൂപപ്പെട്ടതായി ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി പറഞ്ഞു. നേരത്തെ മുസ്ലിങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അവരുടെ വർഗീയ പരാമർശങ്ങൾ നിരന്തരമായി നടത്തിയിരുന്നത്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയ പറയുക എന്ന് പറയുന്ന CPM ഇവിടെ പരിചയപ്പെടുത്തിയ ഈ തന്ത്രം ഇന്ന് പലരും ഏറ്റെടുത്തുകൊണ്ട് ആ പ്രചരണം ഇന്ന് കേരളത്തിൽ ശക്തിപ്പെടുത്തി പല സ്വഭാവത്തിലും അത് വിപുലപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കുകയാണ്. കേരളത്തിന്റെ നിയമസഭയിൽ വെച്ചുകൊണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി നടത്തിയ കുറച്ചു മുമ്പ് നടന്നൊരു പരാമർശമാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ RSSകാർക്ക് മരുന്നിട്ട് കൊടുക്കുന്ന പ്രവർത്തനം നടത്തരുത് എന്ന് പറയുന്ന ഒരു പരാമർശം അദ്ദേഹം നടത്തുകയുണ്ടായി. നിയമസഭയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം ഉന്നയിക്കപ്പെട്ടപ്പോ ആ ചോദ്യത്തിന്റെ മറുപടി ആയിക്കൊണ്ടാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞത്, ഇവിടെ RSSകാർക്ക് നിങ്ങൾ മരുന്നിട്ട് കൊടുക്കരുത് എന്ന് പറയുന്ന ഒരു പരാമർശം. യഥാർത്ഥത്തിൽ ആരാണ് RSSകാർക്ക് മരുന്നിട്ട് കൊടുക്കുന്നവർ? ഇവിടെയുള്ള മുജാഹിദുകാരാണോ? ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാരാണോ? അതല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം വിഭാഗമാണോ? അതല്ല മറ്റേതെങ്കിലും വിഭാഗമാണോ? അല്ല. RSSന് മരുന്നിട്ട് കൊടുക്കുന്ന കേരളത്തിലെ ഒന്നാമത്തെയും അവസാനത്തെയും പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരത്തിന്റെ പേരാണ് CPIM എന്ന് പറയുന്നത് എന്ന് സംശയരഹിതമായി നമുക്കിന്ന് പറയാൻ കഴിയും. UP-യിൽ മതപരിവർത്തനം നിരോധിക്കപ്പെട്ട സംസ്ഥാനമാണ്. ഈ മതപരിവർത്തന നിയമം കൊണ്ടുവരാൻ വേണ്ടി യോഗി ആദിത്യനാഥ് പറഞ്ഞൊരു വർത്തമാനം നിങ്ങൾ അന്ന് ഓർക്കുന്നുണ്ടായിരിക്കും. അദ്ദേഹം പറഞ്ഞത്, അതിന്റെ കാരണമായി പറഞ്ഞത്, ഇന്ത്യ രാജ്യത്ത് ലവ് ജിഹാദ് നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ രാജ്യത്ത് ലവ് ജിഹാദ് നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മുസ്ലിം ചെറുപ്പക്കാര് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ സ്നേഹം നടിച്ചുകൊണ്ട് വിവാഹം കഴിച്ചുകൊണ്ട് യമനിലേക്കും സിറിയയിലേക്കും ഒക്കെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ വ്യവസ്ഥാപിതമായി ഇന്ത്യ രാജ്യത്ത് നടക്കുന്നുണ്ട്. അപ്പോ ഈ ലവ് ജിഹാദിന് അദ്ദേഹം പറഞ്ഞ റെഫറൻസ് എന്തായിരുന്നു എന്നറിയോ? അദ്ദേഹം പറഞ്ഞ റെഫറൻസ് കേരളത്തിലെ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദൻ കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള മുസ്ലിം ചെറുപ്പക്കാര് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ സ്നേഹം നടിച്ചുകൊണ്ട് മതം മാറ്റി ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു തലപ്പാവുള്ള ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു സ്കാർഫ് ധരിച്ച ഒരു പെൺകുട്ടിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിക്കാൻ വളരെ എളുപ്പമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ അത് അത്ര പെട്ടെന്ന് വിലപ്പോവില്ല എന്ന് മനസ്സിലാക്കിയ CPM ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടക്കുറിയാക്കിക്കൊണ്ട് ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിക്കുക. ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന അത്യധികം അപകടം നിറഞ്ഞ ഒരു നിലപാടാണ് കേരളത്തിൽ CPM വളരെ കൃത്യമായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നത് ആർക്കും ഒരു തെറ്റിദ്ധാരണയില്ലാത്ത ഒരു പ്രസ്താവനയായി കേരളം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. സൗത്ത് കളമശ്ശേരിയിൽ ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘപരിവാർ ശക്തി കേന്ദ്രമായ അവിടെ UDF-ഉം കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയും തമ്മിൽ നേർക്കുനേർ മത്സരമാണ് കണ്ടത്. കഴിഞ്ഞ 10 വർഷം ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകളിൽ അവരുടെ വികസനത്തെക്കുറിച്ച് പറയുന്നതിന് പകരം ഇസ്ലാമോഫോബിയയാണ് പറയുന്നത്. അതുപോലെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞ 8 വർഷത്തെ വികസനം ചൂണ്ടിക്കാട്ടുന്നതിന് പകരം മുസ്ലിം ലീഗിന് നേരെയായിരുന്നു ഏറെയും പറഞ്ഞു നടന്നത്. ഫാഷിസം, മാർക്സിസം, മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത് എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അബ്ദുൽ ഹക്കീം നദ്വി. ഏരിയ പ്രസിഡന്റ് PA അൻവർ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കൺവീനർ ഇസ്മായിൽ കങ്ങരപ്പടി, ഏരിയ സെക്രട്ടറി ഹാരിസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് കളമശ്ശേരി.